ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് നവരാത്രിയുടെ തന്നെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബൊമ്മക്കോലുകൾ വെച്ച് ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് കോലുകൾ എന്ന് പറയുമ്പോൾ മരത്തടികൾ കൊണ്ടുണ്ടാക്കിയ പടികൾ. ഈ പടികൾ എപ്പോഴും ഒറ്റസംഖ്യയിലാണ് നിർമ്മിക്കുന്നത്. എന്നിട്ട് ദേവീദേവന്മാരുടെ ബൊമ്മകൾ അവയുടെ വലിപ്പത്തിനും സ്ഥാനത്തിനും അനുസരിച്ച് നിരത്തി വെച്ച് ആരാധിക്കുന്നു. ഇത് ആരാധിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അസുരവീരനായ ദാരികന് ബ്രഹ്മദേവനിൽ നിന്നും തപസ്സനുഷ്ഠിച്ച് വരം കരസ്ഥമാക്കിയിരുന്നു. ആ വരം എന്താണെന്ന് പറഞ്ഞാൽ, സ്ത്രീയാൽ മാത്രമേ ആ ദാരികനെ വധിക്കാനാകൂ എന്നതും യുദ്ധഭൂമിയിൽ വീഴുന്ന ഓരോ രക്തത്തുള്ളിയും 1000 ദാരികനായി ഉയർത്തെഴുന്നേൽക്കും എന്നതുമായിരുന്നു. അങ്ങനെ ദാരികനെ നിഗ്രഹിക്കുക വളരെ ദുഷ്പ്രഭമാവുകയും ചെയ്തു. ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച ആദിപരാശക്തി എന്ന കാളിക്ക് ശക്തി സ്വരൂപിക്കുന്നതിനു വേണ്ടി 9 രാവുകളും 10 ദിനങ്ങളും നീളുന്ന തപസ്സനുഷ്ഠിക്കുകയും ഇതിന് പിന്തുണയായി എല്ലാ ദേവീദേവന്മാരും അവിടെ എത്തുകയും ചെയ്തു. ഇതിനെ പ്രതിപാദിക്കുന്ന തരത്തിലാണ് ബൊമ്മക്കോലുകൾ നവരാത്രി ദിവസങ്ങളിൽ വെച്ച് അവയെ പൂജിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന എൻ്റെ അടുത്ത വീട്ടിലെ ദിനേശേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ബൊമ്മകളുള്ള വീടുകളും ഇല്ല എങ്കിൽ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ വീഡിയോയിൽ ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ദശാവതാരമുണ്ട്, അഷ്ടലക്ഷ്മിയുണ്ട്, വൈകുണ്ഠത്തിലിരിക്കുന്ന മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമുണ്ട്, കാളിയാമർദ്ദനം, ലവകുശന്മാർ ഹനുമാനെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത്, ശ്രീമുരുക ഭഗവാൻ വള്ളിയുടെയും ദേവയാനിയുടെയും ഒപ്പം നിൽക്കുന്നത്, ശ്രീകൃഷ്ണനെ ഉരലിൽ കെട്ടി വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ മൃതസഞ്ജീവനിയുമായി ഹനുമാൻ വരുന്നത്. അങ്ങനെ ഓരോ കഥകളെയും ഞങ്ങളുടെ തന്നെ ഹിന്ദു പുരാണങ്ങളിലെ ഓരോ കഥകളെയും പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ബൊമ്മക്കോലുകൾ ഓരോന്നും നിരത്തി വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ വീടുകളിൽ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.